എന്താടി നീ ഇന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? കാര്യം പറടി. നന്ദന, ദയവ് ചെയ്ത് ഈ വീട് വിൽക്കരുത് പ്ലീസ്. വീട് വിൽക്കരുതെന്നോ? ഇതൊക്കെ പറയാൻ നീ ആരാ? എന്റെ വീട് ഞാൻ വിൽക്കും, ചിലപ്പോ ബോംബ് വെച്ച് തകർക്കും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? നന്ദന പ്ലീസ് നന്ദന. നീ കരഞ്ഞോ? നിന്റെ കരച്ചില് കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ നീ കരഞ്ഞ സ്ഥിതിക്ക് നിന്റെ കരച്ചില് കാണാൻ വേണ്ടി ഞാൻ ഈ വീട് വിൽക്കും. അത് ഉറപ്പാ. എങ്ങനെ ഈ വീട് നിന്റെ കയ്യിൽ വന്നേന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അറിയാടി, അതും അറിയാം. എന്റെ കൈകളിലേക്ക് ഞാൻ വിചാരിച്ചതുപോലെ അറിയാതെ വന്നതാ. അതിന് കാലത്തിന്റെ പകരം വീട്ടിലെന്നും പറയും. മനസ്സിലായോ നിനക്ക്? അതായത് എന്റെ കൈകളിലേക്ക് ഈ വീട് വരേണ്ടത് തന്നെയാണെന്നും ഇതുപോലെ വിറ്റു പോവേണ്ടതാണെന്നും. ഈ വീട്ടിലേക്ക് ഒരു ഫ്രോഡിന്റെ ഭാര്യയായിട്ട് ഞാൻ കേറി വന്നതേ 3 പേരെ തകർക്കാനാ. അതിലാദ്യത്തേത് നിന്റെ ഭർത്താവായിരുന്ന രാജു. അവനെ ഞാൻ നിന്നിൽ നിന്നും അകറ്റി പറത്തി വിടുകയും ചെയ്തു. പിന്നെ നീയും നിന്റെ അച്ഛന്, എന്റെ അച്ഛന്റെ ആജന്മ ശത്രുക്കൾ. നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാനൊന്നും എനിക്കൊരു ഉദ്ദേശമില്ല. ഇതുപോലെ ഇഞ്ചി ഇഞ്ചായി ഉരുക്കി പതുക്കെ പതുക്കെ ആത്മഹത്യയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണം. അതിനു വേണ്ടി തന്നെയാ ഞാനിതെല്ലാം ചെയ്യുന്നത്. മാറി നിക്കടി. എനിക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്യണം. നന്ദന, എന്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന വീട്, എന്റെ രാജു ഉണ്ടായിരുന്ന വീട്. മോളെ നന്ദനെ, ഇനി നമ്മളെല്ലാവരും മോളുടെ ബംഗ്ലാവിലല്ലേ താമസിക്കാൻ പോകുന്നേ? അല്ല, ഇപ്പൊ ഞാനും ദീപവും മാത്രമേ ബംഗ്ലോറിലേക്ക് പോകുന്നുള്ളൂ. അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സൗകര്യം അവിടെ ഇപ്പൊ ഇല്ല. എന്ന് കരുതി വിഷമിക്കണ്ട. കാരണം വീട് വാങ്ങിയവര് ചെറിയൊരു ഔദാര്യം ചെയ്തിട്ടുണ്ട്. പുതിയൊരു വാടക വീട് ശരിയാവുന്നത് വരെ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിച്ചോളാൻ അവരനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും അങ്ങോട്ട് പോവാ. ഹലോ. ആ എടാ, പ്രതാപൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. ഓ, അല്ലെങ്കിൽ അവന്റെ ചങ്ക് തകർന്നു പോയേനെ. എടാ, പ്രതാപൻ ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ട് എങ്ങനെയാ ഔട്ട് ഹൗസിൽ പോയി താമസിക്കുന്നേ? നീ അവളോട് ചെന്ന് പറ, എല്ലാവർക്കും കൂടി ബംഗ്ലാവിൽ പോയി താമസിക്കാന്ന്. അമ്മേ, നന്ദു പറഞ്ഞ കേട്ടില്ലേ? അവിടെ പണി നടക്കുവന്ന്. എടാ, അതൊക്കെ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അവളുടെ ഓരോ അടവാ. നീ ഒന്ന് ചെന്ന് പറയേ. എനിക്കൊന്നും പറ്റില്ല. അമ്മ ചെന്ന് പറ. അമ്മയല്ലെല്ലാം വരുത്തി വെച്ചത്.